ഹായ് ഫ്രണ്ട്സ്, അഡ്വാൻസ്ഡ് മെക്കാനിക്സ് സോളിഡ്സിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിലായിട്ട് നമ്മൾ ടോർഷൻ ഓഫ് നോൺ സർക്കുലർ ഷാഫ്റ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ സെൻവനൻസ് മെത്തേഡ് ഫോർ സർക്കുലർ ഷാഫ്റ്റ് ആണ് ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ലെക്ചേഴ്സിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കാണുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഫോർ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ അണ്ടർ ടോർഷൻ യൂസിങ് സെൻവനൻസ് മെത്തേഡ്. സോ ഞാനിവിടെ ഒരു എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയ എല്ലാം ഉണ്ട്. എലിപ്സിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a²+y²/b²=1 ആണെന്ന് അറിയാം. അതിൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മീൻസ് സെമി മേജർ ആക്സിസ് ആൻഡ് ബി മീൻസ് സെമി മൈനർ ആക്സിസ്. അതായത് ടോട്ടൽ ഏറ്റവും ലാർജസ്റ്റ് ലെങ്തിനെയാണ്, എലിപ്സിൻ്റെ ലാർജസ്റ്റ് ലെങ്തിനെയാണ് നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സ്മാളസ്റ്റ് ആക്സിസിനെയാണ് നമ്മൾ പറയുന്നത്, ലെങ്തിനെയാണ് നമ്മൾ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഹാഫാണ് സെമി മൈനർ, മേജറിൻ്റെ ഹാഫാണ് സെമി മേജർ എന്ന് പറയുന്നത്. അതാണ് സ്മോൾ എയും സ്മോൾ ബിയും വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ്റെ കേസിൽ സെൻവനൻസ് മെത്തേഡിൽ നമുക്ക് രണ്ട് രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ്റെ സൊല്യൂഷൻ സെൻവനൻസ് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ചെക്ക് വെദർ ദ ഫംഗ്ഷൻ psi equal to axy is an acceptable warping function or not. If so, determine the boundary, or determine the boundary means determine the shape of the cross section, find out the J integral, find out the expression for torque, etc. So നമുക്കപ്പം psi എന്ന് പറയുന്ന വാർപ്പിംഗ് ഫംഗ്ഷൻ എലിപ്സിൻ്റെ കേസിൽ ഓർക്കുക, psi ഈക്വൽ ടു എന്താണ്, AXY ആണെന്ന് ഓർത്ത് വെക്കുക. സർക്കിളിൻ്റെ കേസിൽ psi ഈക്വൽ ടു C ആയിരുന്നെങ്കിൽ എലിപ്സിൻ്റെ കയ്യിൽ psi ഈക്വൽ ടു AXY എന്ന് പറയുന്നതാണ് എൻ്റെ വാർപ്പിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വെയർ എ എന്ന് പറയുന്നത് വെയർ എ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ഇതൊരു അക്സെപ്റ്റബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ദിസ് മസ്റ്റ് ഒബേ അവർ ലാപ്ലേസ് ഇക്വേഷൻ. വാട്ട് ഈസ് ലാപ്ലേസ് ഇക്വേഷൻ? ലാപ്ലേസ് ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് del square psi equal to 0. This is the Laplace equation. So del square psi equal to 0 means dou square psi by dou x square plus dou square psi by dou y square is equal to 0. നമുക്കറിയാം psi equal to AXYയിൽ a ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ സൈനെ എക്സിൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? 0. വൈയിൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താലും എന്ത് വരും? 0. സോ 0 + 0 = 0. സോ ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. Therefore psi equal to AXY is an acceptable warping function. Is an acceptable warping function. Acceptable warping function. അങ്ങനെ ഇതൊരു അക്സെപ്റ്റബിൾ വാർപ്പിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ലാപ്ലേസ് ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതൊരു അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവൻ്റെ ഷേപ്പ്, ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ബൗണ്ടറി കണ്ടീഷൻ, നമ്മൾ ജനറൽ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട് ബൗണ്ടറി കണ്ടീഷൻ. സോ ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദി ബൗണ്ടറി കണ്ടീഷൻ ഈസ്, സോ ബൗണ്ടറി കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് dou psi by dou x minus y into dy by ds minus dou psi by dou y plus x into dx by ds equal to 0. This was the general expression. സോ നമുക്കിവിടെ psi വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ സൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. dou psi by dou x means ay. So that means ay minus y into dy by ds minus dou psi by dou y. So that means ax plus x into dx by ds equal to 0. ഞാൻ ഇതിൽ നിന്ന് ത്രൂ ഔട്ട് ds കോമൺ എടുത്ത് കളഞ്ഞു. സോ ഇതിൽ നിന്നും ഞാൻ മൈനസ് വൈ അങ്ങ് കോമൺ എടുത്തു. സോ ദാറ്റ് ബിക്കംസ് 1 മൈനസ് എ. മൈനസ് വൈ ആണ് കോമൺ. സോ 1 മൈനസ് എ ഇൻറ്റു മൈനസ് വൈ ഡി വൈ മൈനസ് ഇതിൽ നിന്ന് എക്സ് കോമൺ ഉണ്ട്. സോ ദാറ്റ് ബിക്കംസ് 1 പ്ലസ് എ ഇൻറ്റു എക്സ് dx equal to 0. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ത്രൂ ഔട്ട് ഒരു -1
കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയാം. സോ അവർ എക്സ്പ്രഷൻ ബിക്കംസ് 1 plus a into x dx plus 1 minus a into y dy equal to 0. സോ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 1 plus a into x square by 2 plus 1 minus a into y square by 2 is equal to a constant c. On rearranging this equation, ഞാൻ ഈ 2നെ കോമൺ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതി. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് 1 plus a into x square plus 1 minus a into y square equal to a new constant k. ഞാൻ 2 കോമൺ എടുത്ത് ഇപ്പുറത്തെ എഴുതി, പുതിയൊരു കോൺസ്റ്റൻറ്റ് k ആക്കി. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ്, ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതാം. സോ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 plus a plus y square divided by 1 minus a equal to a constant k. Again rearranging, this equation becomes x square by k by 1 plus a plus y square divided by k by 1 minus a is equal to 1. So this equation is similar to the equation x square by a square plus y square by b square is equal to 1. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യണപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ അസ്യൂം ചെയ്ത എൻ്റെ വാർപ്പിംഗ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് equivalent to the general expression of ellipse. So these functions I equal to axy represents a ellipse. So comparing these two equations, we can write small a square will be equal to k by 1 plus a and b square is equal to k by 1 minus a. We are determining two values, b square minus a square and b square plus a square. So b square minus a square, b square is this much and a square is this much. We need to find these two values in order to eliminate the constant k. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി അൺനോൺ എന്ന് പറയുന്നത് k ആണ്. ആ k നമുക്ക് ശരിക്കും എലിപ്സ് എന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ അറിയാം, എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും അറിയാം. ഇവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, കെയും ഉണ്ട് എയും ഉണ്ട്. പക്ഷേ നമുക്കറിയാം വാർപ്പിംഗ് ഫംഗ്ഷനകത്ത് സൈ ഈക്വൽ ടു എ എക്സ് വൈ എന്നാണ് നമുക്ക് അസ്യൂം ചെയ്തത്. അപ്പോൾ എനിക്ക് കോൺസ്റ്റൻറ്റ് എ ആണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ രണ്ട് വാല്യൂസും യൂസ് ചെയ്തുകൊണ്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കുകയും കെയിനെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമാണ്. വി നീഡ് ടു ഫൈൻഡ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഞാൻ വാല്യൂസ് എഴുതുന്നു. അപ്പോൾ ഞാൻ കിട്ടിയ എൻ്റെ വാല്യൂസ് ഒന്നും കൂടി ഇങ്ങോട്ട് എഴുതുവാണ്. സോ എ സ്ക്വയർ നമുക്ക് കിട്ടിയത്, എ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് k by 1 plus a and b square is k by 1 minus a. So first value b square minus a square, so that value will be equal to k by 1 minus a minus k divided by 1 plus a. K is taken as common, so k into 1 plus a minus 1 minus a divided by a plus b into a minus b is a square minus b square. So which is equal to, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, -1 ആയി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, -1 +1 കട്ട് ചെയ്ത് പോയി. സോ ദാറ്റ് ബിക്കംസ് 2ka divided by 1 minus a square. Similarly b square plus a square, so that will be equal to k by 1 minus a plus k by 1 plus a. So again k is taken as common, 1 plus a plus 1 minus a divided by a plus b into a minus b is 1 minus a square, or a square minus b square, that is 1 minus a square. So minus a plus a cancel, so 2k divided by 1 minus a square. So I am taking a factor that b square minus a square divided by b square plus a square. So b square minus a square is this much, 2ka divided by 1 minus a square. This value divided by this value means
reciprocal എടുത്ത് multiply. So which implies into 1 minus a square divided by 2k. So 1 minus a square cancels, 2k cancels, which is equal to a. That means our constant a value is nothing but b square minus a square divided by b square plus a square. This is the constant a value. Therefore our warping function psi can be written as axy can be rewritten as b square minus a square divided by b square plus a square into xy. This is the warping function for the elliptical cross section. Now we need to determine the J integral, torsion formula, angle of twist, any other parameter. So for that, first of all we will determine the J integral. For that we have the general expression for J integral. So J integral is nothing but double integral x square plus y square plus x into dou psi by dou y minus y into dou psi by dou x into dx dy. This is the general expression for the J integral. Substituting psi equal to ax. ഞാനിപ്പോൾ ഇവിടെ a എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് a വാല്യൂ എന്തോന്ന് കിട്ടി, ഡയറക്റ്റ് ആ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, പകരം തൽക്കാലം ഞാൻ a എന്ന് തന്നെ ഇട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ on substituting this value, so double integral x square plus y square plus x into dou psi by dou y, so that is ax into x is x square, so ax square minus y into dou psi by dou x is ay, so y into y square, so ay square into dx dy. So that becomes double integral. ഞാൻ എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ക്ലബ് ചെയ്തു. സോ 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കി വൈയുടെ ടേംസ് ക്ലബ് ചെയ്യാം. സോ 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. സോ സ്പ്ലിറ്റിംഗ് ദി ഇൻ്റഗ്രൽ ദാറ്റ് ബിക്കംസ് 1 പ്ലസ് എ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ 1 പ്ലസ് എ ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ പ്ലസ് 1 minus a into double integral y square dx dy. സോ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം എൻ്റെ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഓർ ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ത് വന്നു, നമ്മൾ മെക്കാനിക്സ് തൊട്ടേ പഠിക്കുന്നതാണ് ഏരിയ ഇൻ്റഗ്രൽ മീൻസ് ഡബിൾ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ ഈസ് നത്തിങ് ബട്ട് ഐ എക്സ് എക്സ് ആൻഡ് double integral x square dA or area integral x square dA is nothing but IYY. Now for ellipse IXX എന്താണ് IYY എന്താണ് എന്ന് നമുക്കറിയില്ല, അതാണ് നമുക്കറിയേണ്ടത്. അത് ജനറലി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഫോർ എലിപ്സ് IX വാല്യൂ വിൽ ബി ഈക്വൽ ടു, നമുക്ക് സാധാരണ നമ്മൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മൾ പറയും ബി ഡി ക്യൂ ബൈ 12 എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിൻ്റെ പാരലായിട്ടുള്ള സൈഡ് ഏതാണ്, ഇപ്പം മേജർ ആക്സ് എടുക്കുകയാണെങ്കിൽ ഇതാണ് എ, എക്സ് ആക്സിന് പാരലായിട്ടുള്ള സൈഡ് ഇതും വൈ ആക്സിന് പാരലായിട്ടുള്ള സൈഡ് ഇതാണ് എന്ത് ബി എന്ന് പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും അവിടെ നമ്മൾ ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ബി ഡി, അപ്പം ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സ് ആണെങ്കിൽ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ബി എക്സ് ആക്സിൻ്റെ പാരലായിട്ടുള്ള സൈഡ് ബി ഇൻറ്റു അതർ സൈഡിന് ഡി ക്യൂ ബൈ 12 എന്നാണ്. ആ 12ന് പകരം എലിപ്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈ ബൈ 4. സോ പൈ ബൈ 4 രണ്ട് കേസിലും പൈ ബൈ 4 തന്നെ. ഇനി എക്സ് എക്സ് വരുമ്പോൾ പഴയതുപോലെ ഇതിൽ ചെയ്ത പോലെ എക്സ് ആക്സിന് പാരലായിട്ടുള്ള സൈഡ് ഇൻറ്റു അതർ സൈഡിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിന് പാരലായിട്ടുള്ള സൈഡ് ഏതാ എ, സോ എ ഇൻറ്റു ബി ക്യൂബ്. ഇവിടെ വരുമ്പോൾ വൈ ആക്സിന് പാരലായിട്ടുള്ള സൈഡ് ഇൻറ്റു അതർ സൈഡിൻ്റെ ക്യൂബ്. അപ്പോൾ ഇതാണ് എലിപ്സിൻ്റെ ഐ എക്സ് എക്സും ഐ വൈ വൈയുടെയും വാല്യൂ. ആ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒന്ന് 1 പ്ലസ് എ എന്താണെന്ന് അറിയണം. 1 പ്ലസ് എ, സോ 1 പ്ലസ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഇത് അങ്ങോട്ട് വരുമ്പോൾ എന്ത് പറ്റും, സോ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ divided by b square plus a square. So that becomes a square cancels, so that becomes 2b square divided by b square plus a square എന്ന് വരും. So 1 plus a യുടെ വാല്യൂ എനിക്ക് കിട്ടി. സിമിലർലി
എനിക്കെന്ത് വേണം? 1 മൈനസ് എ. 1 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സിമിലർലി 1 മൈനസ് എ 1 മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓൺ സോൾവിങ് ദിസ് വി വിൽ ഗെറ്റ് ദാറ്റ് ബിക്കംസ് 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ്, ഇത്രയും പാരാമീറ്റേഴ്സാണ് ഈ ഇക്വേഷനകത്തോട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയോടെ ജെ ഈക്വൽ ടു എനിക്കിപ്പോൾ എങ്ങനെ എഴുതാം? 1 പ്ലസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി വൈ, സോ ദാറ്റ് ഈസ് ഐ വൈ വൈ പ്ലസ് 1 മൈനസ് എ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ, ദാറ്റ് ഈസ് ഐ എക്സ് എക്സ്. സോ 1 പ്ലസ് എ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഈസ് 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഐ വൈ വൈ വാല്യൂ നമ്മൾ എഴുതി π/4 ഇൻറ്റു ബി എ ക്യൂബ് പ്ലസ് ഇവിടെ വരുമ്പോൾ എന്തൊരു 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു π/4 ഇൻറ്റു എ ബി ക്യൂബ്. സോ ഓൺ സിംപ്ലിഫൈങ് j value becomes pi a cube b cube divided by a square plus b square. This is the j integral for the elliptical cross section. J integral for the elliptical cross section. ഇവിടെ സിമ്പിൾ അഡീഷൻ മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്റർ സെയിം ആണ്, അത് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ് ചെയ്തത്. സോ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് എലിപ്സിൻ്റെ ഇതിനകത്തുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ് എങ്ങനെയാണ് വരുന്നത്, സ്ട്രെസ് കമ്പോണൻസ്, സ്ട്രെസ് വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ സെൻവനൻസ് മെത്തേഡിൽ എങ്ങനെയാണ് സ്ട്രെസ് കമ്പോണൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ സ്ട്രെസ് വേരിയേഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനിലേക്ക് വന്നു. അവിടെ ഞാൻ എൻ്റെ ടോ വൈ സെഡ്, നമുക്കറിയാം സെൻവനൻസ് മെത്തേഡ് അനുസരിച്ചിട്ട് എൻ്റെ ടോ വൈ സെഡ് വാല്യൂ എന്ന് പറയുന്നത് ടോ വൈ സെഡ് ഈസ് നത്തിങ് ബട്ട് ജി തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ പ്ലസ് എക്സ് ആണ്. അതുപോലെ ടോ എക്സ് സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജി തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് വൈ ആണ്. സോ ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഈ വാല്യൂസ് വെച്ചുകൊണ്ട് ഞാൻ ടോ വൈ സെഡ് വാല്യൂ എഴുതുക, അല്ലെങ്കിൽ ടോ എക്സ് സെഡ് ആദ്യം എഴുതി. ടോ എക്സ് സെഡ് ഈക്വൽ ടു ജി തീറ്റ ഇൻറ്റു സൈ ഈക്വൽ ടു എ എക്സ് വൈ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുക, എ വൈ എന്നായിരിക്കും വരുന്നത്. സോ എ വൈ മൈനസ് വൈ എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ്, ഞാനൊരു മൈനസ് സൈനും കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ജി തീറ്റ ഇൻറ്റു വൈ ഇൻറ്റു 1 മൈനസ് എ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു 1 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ജി തീറ്റ വൈ ഇൻറ്റു 1 മൈനസ് എ നമുക്ക് നേരത്തെ കിട്ടി, തൊട്ട് മുന്നേ എഴുതിയത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. ശരിയല്ലേ? സിമിലർലി ടോ വൈ സെഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, ജി തീറ്റ ഇൻറ്റു ഇറ്റ് ഈസ് എ എക്സ് പ്ലസ് എക്സ്, സോ ദാറ്റ് വിൽ ബി ജി തീറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് എ. 1 പ്ലസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയായിരുന്നു ജി തീറ്റ എക്സ് ഇൻറ്റു 1 പ്ലസ് എ ഈസ് നത്തിങ് ബട്ട് 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇതാണ് എൻ്റെ എന്ത് വാല്യൂ എന്ന് പറയുന്നത്, ടോയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസൾട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് സ്ട്രെസ്സുമായി, ദാറ്റ് ഈസ് ടോ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ എനിക്ക്, റൂട്ട് ഓഫ് ടോ എക്സ് സെഡ് സ്ക്വയർ പ്ലസ് ടോ വൈ സെഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ എനിക്കറിയേണ്ടത് ഇതിൻ്റെ വേരിയേഷനെ പറ്റി അറിയേണ്ടത്. ഇപ്പോൾ വേരിയേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് വേരി ചെയ്യുന്നത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ വേരിയേഷൻ എന്ന് പറയുന്നത് ലീനിയർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ രണ്ട് ഇക്വേഷനിലും അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം തന്നെ, ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെയാണ് രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ. അപ്പോൾ ന്യൂമറേറ്റർ വാല്യൂ മാക്സിമം വരുന്ന എവിടെ ആയിരിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ നോക്കി ഇവിടുത്തെ വേരിയേഷൻ വൈയിലാണ്. അപ്പോൾ നോക്കി ഇതിൻ്റെ മാക്സിമം വാല്യൂ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, ടോ എക്സ് സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, മാക്സിമം വാല്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് അവിടെ നോക്കി വൈ ആണ്. വൈയുടെ വേരിയേഷൻ എങ്ങനെയാണ്, പ്ലസ് ഓർ മൈനസ് ബി വരെയാണ് അല്ലേ, പ്ലസ് ഓർ മൈനസ് ബി. വൈയുടെ വേരിയേഷൻ ഇവിടെ മൈനസ് ബി തൊട്ട് മുകളിൽ പ്ലസ് ബി വരെയാണ്. സോ ആ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ ഇപ്പോൾ എനിക്ക് എഴുതാം ജി തീറ്റ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ബി എന്ന് കൊടുത്തു. സോ 2
എ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കി ഇവിടെ എ സ്ക്വയർ ബി, എ എന്ന് പറയുന്നത് മേജർ ആക്സിസ്, അപ്പോൾ ഈ വാല്യൂൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ഈസ് ലാർജ് കമ്പയർഡ് ടു ദിസ് വാല്യൂ. ശരിയല്ലേ? ഇവിടെ വരുന്ന എന്താണ്? ടോ വൈ ഇസഡ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ടോ വൈ ഇസഡ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ജി തീറ്റ ഇൻറ്റു 2b സ്ക്വയർ, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എ കൊടുത്തു, ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത്രയും വാല്യൂ രണ്ടിലും എന്താണ്? കോമൺ. ഇത്രയും വാല്യൂ രണ്ടിലും, രണ്ട് ഇക്വേഷനിലും കോമൺ. പിന്നെ ബാക്കിയുള്ള ഈ ടൈമുകളാണ്. ഇവിടെ ടോ എക്സ് ഇസ് ബി സ്ക്വയർ എ സ്ക്വയർ ബി ആൻഡ് ഹിയർ ബി സ്ക്വയർ. അപ്പം എ സ്ക്വയർ ബി, സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദിസ് വാല്യൂ. അപ്പം നമുക്ക് എഴുതാൻ പറ്റും നോർമലി ടോ എക്സ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടോ വൈ ഇസഡ്. ശരിയല്ലേ? അപ്പോൾ അത് വരയ്ക്കുമ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം അപ്പോൾ ആ വേരിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ആലോചിച്ച് നോക്കി, ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നേരത്തെ സർക്കിളിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വൈ പോസിറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ടോ എക്സ് ഇസഡ് എന്താണ്? നെഗറ്റീവ്. അപ്പോൾ വൈ പോസിറ്റീവ് ആകുമ്പോൾ എനിക്ക് സ്ട്രെസ് വാല്യൂ നെഗറ്റീവ്, മാത്രമല്ല ടോ എക്സ് ഇസഡ് വാല്യൂ ആണ് ലാർജർ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് ലാർജറായിട്ട് വരച്ചു. വൈ പോസിറ്റീവ് ആകുമ്പോൾ, വൈ പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രെസ് നെഗറ്റീവ്. ഇനിയും വൈ താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ് അപ്പോൾ എന്താകും? പ്ലസ് ആവും. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഞാൻ എന്താ വരച്ചു. രണ്ട് എന്താണ്? ലീനിയർ വേരിയേഷൻ. സെൻറ്ററിൽ എന്ത് വരും? വൈ 0 ആണെങ്കിൽ ടോ എക്സ് ഇസഡും 0. സോ ലീനിയർ വേരിയേഷൻ വരും. അപ്പോൾ എന്താ ജോയിൻ ചെയ്ത് വരും. സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ടോ എക്സ് ഇസഡ്. This is the variation of tau xz max. ഇനി അടുത്തത് എന്താ ഉള്ളത്? എനിക്ക് ടോ വൈ സെഡ്. പക്ഷേ ടോ വൈ സെഡിൻ്റെ വേരിയേഷൻ വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും ലാർജർ വാല്യൂ വരയ്ക്കേണ്ട കാര്യമില്ല. കാര്യം ഇതിനേക്കാളും ടോ എക്സ് സെഡ് ആണ് ഇപ്പോഴും എന്താണെന്ന് പറയുന്നത്? ലാർജർ. മാത്രമല്ല എക്സിന് പ്രൊപ്പോർഷൻ. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ടോ വൈ സെഡും എന്താണ്? നെഗറ്റീവ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ടോ വൈ സെഡും പോയി. അപ്പം നെഗറ്റീവ് ഡയറക്ഷനിൽ സ്മോൾ വാല്യൂ, ഇവിടേക്കും സ്മോൾ വാല്യൂ, സെൻറ്ററിൽ 0. സോ ജോയിൻ ചെയ്ത് വരച്ചു. സോ താഴേക്ക്. സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ടോ വൈ ഇസഡ് മാക്സ്. സോ ഇങ്ങനെയാണ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനെയും എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇവിടെ ഓർക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലം ഇൻ കേസ് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം. ഡെറിവേഷന് പകരം സിമ്പിൾ പ്രോബ്ലംസ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ചെറിയ ടിപ്പുകൾ മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. സോ നമുക്കറിയാം ടോർഷൻ ഫോർമുല എങ്ങനെയാണ്? ടി ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്നാണ്. സോ ഇവിടെ അതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്കറിയാം ടി ഈസ് ഈക്വൽ ടു എന്താ? ജി തീറ്റ ജെ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ജി തീറ്റ ജെ എന്നാണെങ്കിൽ എനിക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? സോ നമുക്ക് ജെ വാല്യൂ കിട്ടിയിരുന്നു ജി തീറ്റ ഇൻറ്റു ജെ വാല്യൂ നമുക്ക് കിട്ടിയത് പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായിരുന്നു. സോ ഇതാണ് എൻ്റെ ടിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ടോ എക്സിനെയും ടോ വൈ സെഡിനെയും ഈ ടിയുടെ ടേംസിലോട്ട് എനിക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി ടോ എക്സ് സെഡ് വാല്യൂ, ഞാൻ ഒരു വാല്യൂ എഴുതി കാണിക്കാം. സോ ഇറ്റ് ഈസ് മൈനസ് ജി തീറ്റ വൈ ഇൻറ്റു 2a സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം തന്നെ. ഇനി വരേണ്ട എനിക്ക് എ ക്യൂബ് ബി ക്യൂബും പൈയും വരണം. അപ്പം പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇവിടെ എ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഒരു എയുടെ കുറവുണ്ട്. എ ബൈ എ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. ബി ക്യൂബ് ഇല്ല, സോ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി ക്യൂബ്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീഅറേഞ്ച്ഡ് ആസ് ജി തീറ്റ വൈ ഇൻറ്റു 2 ഇൻറ്റു പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഈ എയും ബി ക്യൂബ് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി എ ബി ക്യൂബ്. സോ അഗെയിൻ റീഅറേഞ്ച്. അപ്പോൾ ഇത്രയും വാല്യൂവിന് പകരം എനിക്ക് എന്താണ്? ദിസ് ഈസ് അവർ ജെ ആൻഡ് ജെ ഇൻറ്റു ജി തീറ്റ എന്ന് പറയുമ്പോൾ എന്തായത്? ടി ആയി അല്ലേ? ഇത് ജെക്ക് ഇക്വലൻ്റ് ആയി. സോ ജി തീറ്റ ജെ എന്ന് പറഞ്ഞാൽ എന്താ? ജി തീറ്റ ജെ ഈസ് അവർ ടോർക്ക് ടി. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി മൈനസ് 2 ഇൻറ്റു ഇതിന് പകരം അപ്പോൾ ഞാൻ ടീന്ന് എഴുതി, ഈ വൈ അതുപോലെ എഴുതി 2ty ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ്. ഓക്കെ. സിമിലർലി
ടോ വൈ ഇസഡ് വാല്യൂ നമുക്കുള്ളത് മൈനസ് ജി തീറ്റ എക്സ് പ്ലസ് ജി തീറ്റ എക്സ് ഇൻറ്റു 2b² ഡിവൈഡഡ് ബൈ b² പ്ലസ് a² എന്നായിരുന്നു. ഇവിടെ നമ്മൾ അതേ ഇത് അപ്ലൈ ചെയ്തു, പൈ ബൈ പൈ ബി ക്യൂബ് ആക്കാൻ ഒരു ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എ ക്യൂബ് ഇല്ല, അതിനെ ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തു. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു ഈ ബി എ ക്യൂബ് ഇങ്ങ് വന്നു. സോ ബി എ ക്യൂബ് ഇൻറ്റു ജി തീറ്റ ഇൻറ്റു ബാക്കിയുള്ള ടൈമുകളെല്ലാം ഇവിടെ ഒരു പൈ ഉണ്ട്, പൈ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു പൈ വിട്ടുപോയായിരുന്നു. ഈ ഡിനോമിനേറ്ററിൽ ഒരു പൈയും കൂടെ ഉണ്ട്. സോ ഇവിടെയും പൈ ഉണ്ട്. ബാക്കിയുള്ള ടൈം പൈ എ ക്യൂബ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ b² പ്ലസ് a². സോ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ ചേരുമ്പോൾ എന്താ, ഇത് മാത്രം ജി തീറ്റ ജെ ഇസ് ടി. സോ ദാറ്റ് ഈസ് പ്ലസ് 2tx ഡിവൈഡഡ് ബൈ പൈ എ ബി ക്യൂബ്. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഡിനോമിനേറ്റർ ലാർജർ വരുന്ന ഇവിടെ ബി ക്യൂബാ, ചെറുതിൻ്റെ ക്യൂബാ അല്ലേ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്, കമ്പാരിറ്റീവ്ലി ടോ എക്സ് സെഡിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, ചെറുതല്ലേ വരുന്നത്. കാര്യം ഇവിടെ എ ക്യൂബ്, അപ്പോൾ ഡിനോമിനേറ്റർ വലുതാകുമ്പോൾ നെറ്റ് വാല്യൂ എന്തായി കുറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടോ വൈ സെഡ് എന്താണ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും കൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഇൻ കേസ് നമുക്ക് പ്രോബ്ലംസ് സിമ്പിൾ ന്യൂമറിക്കൽസ് ചോദിക്കാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എയും ബിയും തന്നിട്ട് ഡയറക്റ്റ് വാല്യൂസ് തന്നുകൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചോദിക്കാം. ജസ്റ്റ് അതിനകത്ത് ട്വിസ്റ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ചാനൽ വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പർ വഴിയോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഇതോടെ ഇത്രയും ഭാഗമായതോടെ അതിൻ്റെ വേരിയേഷനും ഇത്രയും കാര്യങ്ങളാകുന്നതോടെ നമ്മൾ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ലെക്ചറിൽ നമ്മൾ പുതിയൊരു മൊഡ്യൂളുമായിട്ട് കാണാം. താങ്ക് യു ആൾ.